കൊല്ലങ്കോട് നമുക്കെല്ലാം പ്രിയങ്കരനായ KVNൻ്റെ ജന്മദേശമാണ്. KV നാരായണസ്വാമി യഥാർത്ഥത്തിൽ പൂർണ്ണരൂപത്തിൽ പേര് പാലക്കാട് കൊല്ലങ്കോട് വിശ്വനാഥൻ നാരായണസ്വാമി എന്നാണ്. അത് പാലക്കാട് KV നാരായണസ്വാമി എന്നും പിന്നീട് ചുരുങ്ങി KVN എന്നും പരാമർശിക്കപ്പെട്ടു പോന്നു. വയസ്സുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. 1923 KVN ജനിച്ചത്. 3 വർഷം മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയുടെ സമാപനം. പല കാരണങ്ങൾ കൊണ്ടും പാലക്കാട് അദ്ദേഹത്തിൻ്റെ 2 ശിഷ്യർ, അദ്ദേഹത്തിൻ്റെ കുടുംബനാഥയും ശിഷ്യയുമാണ് ശ്രീമതി പത്മ നാരായണസ്വാമി എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മകൾ അനുരാധ അച്ഛൻ KVNൻ്റെയും അമ്മ പത്മയുടെയും ശിഷ്യയാണ്. അവരുടെ 2 പേരുടെയും ഒരു കച്ചേരിയാണ് പാലക്കാട്ടെ സ്വരലയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് കൊല്ലങ്കോട്ട് വെച്ച് നടക്കുന്നത്. TR അജയനും NN കൃഷ്ണദാസും ഈ സന്ദർഭത്തിൽ ഞാനും എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഞാൻ എത്തിച്ചേരുമെന്ന് സമ്മതിച്ചിരുന്നതുമാണ്. എന്നാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലും ആസാമിലും ഒക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെല്ലാം നടക്കുന്ന പരിശോധനാ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൽക്കട്ടയിൽ നിന്നാണ് ഈ ചെറിയ സന്ദേശം ഞാൻ തയ്യാറാക്കി അയക്കുന്നത്. KVNൻ്റെ ഒരുപാട് കച്ചേരി കേട്ട് ആനന്ദിച്ചിട്ടുള്ള നഗരമാണ് കൽക്കട്ട. ഡൽഹിയിൽ ഞങ്ങൾ 1989 സ്വരലയ എന്നുള്ള സംഘടനയ്ക്ക് രൂപം കൊടുത്തത് തന്നെ KVNൻ്റെ കച്ചേരി ഓരോ വർഷവും പറ്റുമെങ്കിൽ 2 or 3 തവണ നടത്താൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് ആനുഷംഗികമായി ഞാൻ ഓർത്തുപോവുകയാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അരിയക്കുടിയുടെ ശിഷ്യനാണെങ്കിൽ പോലും സ്വന്തമായൊരു ബാണി വികസിപ്പിച്ചെടുത്ത കർണാടക സംഗീത ചരിത്രത്തിൽ എന്നുമൊന്നും വേറിട്ട ഒരു ശൈലിയും സ്വരവും ഭാവവുമായി KVNൻ്റെ സംഗീതം ഓർമ്മിക്കപ്പെടും. KVNൻ്റെ ശിഷ്യർ കൂടിയായ ഉറ്റ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ശ്രീമതി പത്മ നാരായണസ്വാമിയും മകൾ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീമതി അനുരാധയും ഇന്ന് KVNനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗീതാവിഷ്കാരം നിങ്ങളുടെ മുമ്പിൽ നടത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിന് മുൻകൈയെടുത്ത പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വരലയുടെ NN കൃഷ്ണദാസും TR അജയനും നയിക്കുന്ന മറ്റൊട്ടേറെ പേരുടെ സഹകരണത്തോടുകൂടി ഇന്ത്യയിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഗീത സഭയാണ് പാലക്കാട് സ്വരലയ. അതിൻ്റെ ഈ സംരംഭത്തിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. KVNൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു.